ഹലോ ഫ്രണ്ട്സ്, വീട്ടിലിരുന്ന് തയ്യൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേര് നേരിടുന്ന വലിയൊരു പ്രശ്നമുണ്ട്. എത്രയൊക്കെ തയ്ക്കാൻ ഓർഡറുകളുണ്ടെങ്കിലും എത്ര നല്ല മെഷീൻ കയ്യിലുണ്ടെങ്കിലും വിചാരിച്ച സമയത്ത് ഓർഡറുകൾ തീർക്കാൻ പറ്റുന്നില്ല എന്ന്. കസ്റ്റമർ വരുമ്പോൾ തുണികൾ തയ്ച്ചു വെക്കാത്തത് കൊണ്ട് തന്നെ ആളുകൾ നമ്മോട് വഴക്കിടുന്നു. കയ്യിലുള്ള നല്ല കസ്റ്റമേഴ്സ് എല്ലാം നഷ്ടപ്പെടുന്നു. എനിക്ക് വീട്ടുജോലികളും കുട്ടികളുടെ കാര്യങ്ങളും കഴിഞ്ഞ് തയ്ക്കാൻ സമയം കിട്ടുന്നില്ല എന്നതാണ് ഒരുപാട് പേരുടെ പരാതിയായിട്ട് ഒരുപാട് പേർക്കുള്ളത്. ഒരു ദിവസം 24 മണിക്കൂർ എന്നത് എല്ലാവർക്കും തുല്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു തീർക്കാൻ പറ്റുന്നത്? അതിനുള്ള കൃത്യമായ മറുപടി മഹാനായ ചാണക്യ തത്വങ്ങളിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വിജയികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ പാലിക്കുന്ന 7 ശക്തമായ പ്രഭാതശീലങ്ങളുണ്ട്. ഈ 7 പ്രഭാതശീലങ്ങൾ നമ്മുടെ തയ്യൽ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന്, നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ശരിയാക്കാമെന്നും വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ ഇന്ന് ഞാനൊന്ന് പറഞ്ഞിറങ്ങക്ക്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോകൾക്ക് തന്നെ എല്ലാവിധ സപ്പോർട്ടിനും നന്ദി. ഒന്നാമത്തെ ശീലം എന്ന് പറയുന്നത് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നതാണ്. വിജയികളായ എല്ലാവരും പിന്തുടരുന്ന ഒരു പ്രധാന ശീലമാണത്. ഇത് ദിവസം മുഴുവൻ നമുക്ക് കൂടുതൽ സമയം ലഭിക്കുന്നതിനും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ സാധാരണ രാവിലെ 7 മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിടാനും ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കാനുമുള്ള തിടുക്കത്തിനിടയിൽ നിങ്ങളുടെ മനസ്സ് ശരിക്കും മടുത്തിരിക്കും. പിന്നീട് തയ്ക്കാനിരിക്കുമ്പോൾ ആകെ നമുക്കൊരു തളർച്ചയായിരിക്കും. എന്നാൽ ഒരു മണിക്കൂർ മുമ്പ്, അതായത് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് നോക്കൂ. ആ ഒരു മണിക്കൂർ ആരും നിങ്ങളെ ശല്യപ്പെടുത്താനുണ്ടാവില്ല. ആ സമയത്ത് ആരും ഉണർന്നിട്ടും ഉണ്ടാകില്ല. മുമ്പ് തന്നെ നിങ്ങൾക്ക് വളരെ ശാന്തമായി ഒരു ബ്ലൗസോ ചുരിദാറോ തെറ്റുകൂടാതെ വെട്ടി, അതായത് കട്ടിങ് ചെയ്ത് വെക്കാൻ പറ്റും. രാവിലെ നേരത്തെ എഴുന്നേൽക്കുമ്പം തയ്യലിനായി നമുക്ക് ദിവസവും അധികമായി 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വരെ സമയം ലാഭിക്കാനും സാധിക്കും. ഇത് ഏറ്റവും കൂടുതൽ നല്ലൊരു കാര്യമാണ്. ഞാനൊക്കെ ഏകദേശം ഈ 5 മണിക്ക് എഴുന്നേൽക്കണവരൊക്കെ 4 മണി ആ നേരമാകുമ്പോഴേക്കിനും എഴുന്നേൽക്കാൻ ശീലിക്കുക. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ വൈകി എണീക്കും തോറും നമ്മളെ മനസ്സാകെ ക്ഷീണിതമാവും. നേരെ മറിച്ച് നേരത്തെ എണീക്കുമ്പോൾ ആ പ്രഭാതത്തിലുള്ള എല്ലാവിധ സുഖങ്ങളും നന്നായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ ശീലം നോക്കിയാലോ, മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ മൊബൈൽ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ നോക്കുന്നതിന് പകരം ധ്യാനത്തിലൂടെയോ ശാന്തമായ ചിന്തകളിലൂടെയോ മനസ്സിനെ ഒഴുക്കുക. അത് പകൽ സമയത്തെ സമ്മർദ്ദങ്ങളൊക്കെ നമുക്ക് കുറക്കാൻ നമ്മളെ സഹായിക്കും. നമ്മൾ തയ്ക്കാനിരിക്കുമ്പോൾ മനസ്സ് ശാന്തമായിട്ടില്ലെങ്കിൽ വസ്ത്രങ്ങളുടെ അളവ് മാറിപ്പോകാനും വലിയ സാധ്യതയുണ്ട്. കസ്റ്റമറുടെ നെക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ സ്ലീവ് വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധ മാറിയാൽ ആ തുണി പൂർണ്ണമായി നമ്മളിൽ നിന്ന് നശിച്ചു പോകും. അതുകൊണ്ട് രാവിലെ ഒരു 5 മിനിറ്റ് ശാന്തമായിരുന്ന് മനസ്സിനെ ഫ്രഷ് ആക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കയ്യിൽ വരാവുന്ന വലിയ വലിയ തെറ്റുകൾ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും. സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും കട്ടിങ്ങിൽ ചെറിയൊരു പാകപ്പിഴവ് വന്നാൽ പിന്നീട് ഒന്നും ചെയ്യാൻ പെട്ടെന്ന് സാധിക്കില്ല. സ്റ്റിച്ചിങ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് അയച്ച് സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ കട്ടിങ്ങിൽ പോയാൽ അത് വന്നു തന്നെയാണ്. ഇനി മൂന്നാമത്തെ ശീലം നോക്കിയാലോ, ലക്ഷ്യത്തെ ഓർക്കുക എന്നതാണ്. ഓരോ ദിവസവും രാവിലെ നിങ്ങളുടെ വലിയ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ലക്ഷ്യത്തിലേക്ക് അടുക്കാനും നമ്മളെ സഹായിക്കും. നിങ്ങൾക്ക് എന്തിനാണ് ഈ തയ്യൽ ജോലി ചെയ്യുന്നത് എന്ന് സ്വയം ചോദിക്കുക. വെറുതെ സമയം കളയാനാണോ? അല്ല. സ്വന്തമായി ഒരു ബുട്ടീക്ക് തുടങ്ങാനാണോ? വീട് വെക്കാനാണോ? കുറികളടക്കാനാണോ? അല്ലെങ്കിൽ ഭർത്താവിനെ സാമ്പത്തികമായി സഹായിക്കാനോ ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു സ്വപ്നത്തിലേക്കും ഈ ഒരു ജോലിയിലേക്കും ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ആ വലിയ സ്വപ്നം ദിവസവും രാവിലെ നമ്മളെ മനസ്സിൽ നമ്മൾ ഓർത്ത് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ തയ്ക്കുന്ന മടി തോന്നുമ്പോഴൊക്കെ ഈ ലക്ഷ്യം നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. മടി മാറി മെഷീന് മുന്നിലേക്ക് വന്നിരിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമുക്കായിട്ട് കുറച്ച് ടൈം കണ്ടെത്തി നമ്മൾ ശാന്തമായിട്ടിരുന്ന് നമ്മളെ മനസ്സിനോടൊക്കെ പറഞ്ഞ് നമുക്ക് ആ ലക്ഷ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. ഇനി ഓർത്തിരിക്കാൻ കഴിയാത്തവരെ അതൊന്ന് എഴുതി വെക്കുക, എന്നാൽ മറക്കൂല.
നാലാമത്തെ ശീലം ശരീരത്തെ കരുത്തുറ്റതാക്കുക എന്നതാണ്. വ്യക്തമായതിലൂടെയോ യോഗയിലൂടെയോ ശരീരത്തെ സജീവമായി നിലനിർത്തുക വ്യക്തമായ വ്യായാമത്തിലൂടെ ആയിരിക്കാം. ആരോഗ്യപരമായ ശരീരത്തിൽ മാത്രമേ കരുത്തുറ്റ മനസ്സുണ്ടാവുകയുള്ളൂ. നമ്മളെ ആരോഗ്യം നമ്മളെ സംരക്ഷണയിൽ വരേണ്ടതാണ്. തയ്യൽ ജോലി ചെയ്യുന്നവർക്ക് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലോ കഴുത്ത് വേദന, നടുവേദന, കണ്ണുവേദന എന്നിവയൊക്കെ. കാരണം മണിക്കൂറോളം മെഷീൻ്റെ മുന്നിൽ കുനിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ശരീരം വേദനാജനകമാണെങ്കിൽ നമുക്ക് ഒരു വസ്ത്രം പോലും തയ്ക്കാൻ തോന്നൂല. അതുകൊണ്ട് എന്നും രാവിലെ ഒരു 10 മിനിറ്റ് നമ്മളെ ശരീരത്തിനെ ശ്രദ്ധിക്കാൻ വേണ്ടി നല്ല രീതിക്ക് വ്യായാമം ചെയ്യുക. എക്സസൈസ് കാര്യങ്ങൾ, സ്ട്രെച്ചിങ് എക്സസൈസുകളൊക്കെ ചെയ്ത് നമ്മളെ തടി ഒന്നൊന്ന് അയഞ്ഞ് സ്ട്രോങ് ആക്കി കൊണ്ടുവരിക. അതുകൊണ്ട് പറഞ്ഞ പോലെ തന്നെ രാവിലത്തെ ആ ഒരു 10 മിനിറ്റിലെ കൈകളും കഴുത്തിനും നടുവിനൊക്കെ ചെറിയ ചെറിയ സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ. ശരീരം ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഓർഡറുകളെടുത്ത് നന്നായി ജോലി ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അത് നമ്മളെ മനസ്സിൽ എപ്പോഴും വേണം. കാരണം നമ്മളെ തടി നോക്കാതെ നമ്മൾ അധ്വാനിച്ചാൽ ഈ രാത്രിയൊക്കെ കുറേ നേരം ഉറക്കമൊഴിച്ചൊക്കെ ഇരുന്നാൽ നമ്മളെ ശരീരത്തിന് ഭയങ്കരമായിട്ട് ബാധിക്കും. ആദ്യം നമുക്കൊന്നും തോന്നൂല. പിന്നീട് നമ്മളെ ശരീരത്തിന് പല പല ആരോഗ്യങ്ങൾ ക്ഷയിക്കണ ഓരോരോ രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി 5ാമത്തെ ശീലം മൊബൈലിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ ഉപയോഗിക്കുന്നത് അനാവശ്യമായ ചിന്തകൾക്ക് നമുക്ക് കാരണമാവും. ആ ദിവസത്തിലെ ആദ്യത്തെ 1 മണിക്കൂറെങ്കിലും മൊബൈൽ ഒഴിവാക്കുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കാനും. പല തയ്യൽക്കാരുടെയും സമയം പോകുന്നത് എവിടെയാണെന്നറിയാമോ? രാവിലെ തന്നെ എഴുന്നേറ്റ ഉടൻ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ കയറി തയ്യൽ വീഡിയോകളും റീൽസൊക്കെ കാണാൻ തുടങ്ങും. നമുക്ക് തോന്നും നമുക്ക് ഉപകാരമുള്ള വീഡിയോ ഒക്കെ ആണല്ലോ കാണുന്നതെന്ന്. ഒടുവിൽ നോക്കുമ്പോൾ 1 മണിക്കൂർ പോയ വഴി തന്നെ നമുക്കറിയില്ല. ഒപ്പം അടുക്കളയിലുള്ള ജോലികൾക്കും നമുക്ക് വൈകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ രാവിലെ തന്നെ ഫോണും കാര്യങ്ങളൊക്കെ മാറ്റിക്കണം പറയുന്നത്. നമ്മൾ കാണുന്ന വീഡിയോസ് ചിലപ്പം ഉപകാരപ്പെട്ടതോ ചിലപ്പോൾ നല്ല ടിപ്സോ ട്രിക്സോ ഒക്കെ കാര്യം അതൊക്കെ നമുക്ക് കാണാം. പക്ഷേ ആ ഒരു ടൈമിൽ നമ്മൾ ഫോൺ തുറന്നാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് അതിനോട് ഉപകാരമായി എന്ന് വരും. പക്ഷേ നമ്മളെ ടൈം നന്നായിട്ട് അപഹരിച്ച് പോവുകയും ചെയ്യും. നമ്മൾ പെടുകയും ചെയ്യും. അപ്പോൾ ഈ രാവിലത്തെ സമയങ്ങളിലുള്ള ഈ മൊബൈൽ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. എന്നാൽ പിന്നെ നിങ്ങൾ രാവിലെ തന്നെ ഫോണുണ്ടല്ലോ അതങ്ങോട്ട് ദൂരെ മാറ്റി വെച്ചാളിട്ടോ. നിങ്ങളുടെ ഫോണ് കസ്റ്റമേഴ്സുമായി സംസാരിക്കാനും പുതിയ ഡിസൈനുകൾ പഠിക്കാനും മാത്രം ഉപയോഗിക്കുക. അനാവശ്യമായ സമയം കളയാൻ ഫോണിനെ കൊണ്ട് അനുവദിക്കുകയേ ചെയ്യരുത്. 6ാമത്തെ ശീലം നോക്കിയാലോ, പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നതാണ് കേട്ടോ. അതായത് നമ്മൾ പഠിക്കുകയോ ചെയ്യുക. വിജ്ഞാനം നേടുന്നത് എപ്പോഴും വിജയത്തിലേക്ക് നയിക്കുക നമ്മൾ ചെയ്യുള്ളൂ. രാവിലെ പുതിയ എന്തെങ്കിലും വായിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മളെ ചിന്താശേഷി മെച്ചപ്പെടുത്തും. ഫാഷൻ ലോകം ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാലോ. പണ്ടത്തെ പോലെ വെറും സാധാരണ ബ്ലൗസും ചുരിദാറും മാത്രം തയ്ച്ചാൽ നമുക്ക് കൂടുതൽ വരുമാനമൊന്നും കിട്ടൂല. പുതിയ ട്രെൻഡിങ്ങുകൾ ഇങ്ങനെ മാറി വരുന്നുണ്ട്. ആ ട്രെൻഡിങ്ങായ ആരി വർക്കുകൾ, ബോർഡ് നെക്ക് ഡിസൈനുകൾ അല്ലെങ്കിൽ ഡിസൈൻ ഫ്രോക്കുകൾ ഒക്കെ ഇങ്ങനെയൊക്കെ തയ്ക്കാൻ എന്നും ദിവസവും രാവിലെ ഒരു 10 മിനിറ്റ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുക. പുതിയ ലോകം മാറി വരുന്ന ലോകമാണ്. എന്നും പുതിയ ഡിസൈനുകൾ വരികയാണ്. ഏത് ഡിസൈൻ കണ്ടാലും അതെങ്ങനെ ചെയ്യാന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുക തന്നെ വേണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ല വിജയം ഉണ്ടാവുള്ളൂ. നമുക്ക് അറിവ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെയും എൻ്റെയൊക്കെ തയ്യലിൻ്റെ വലിയ വിലയും ഒക്കെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണവും ഒക്കെ വർദ്ധിക്കും. നമുക്ക് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ 7ാമത്തെ ശീലമായിട്ട് വരുന്നത് ദിവസവും ആസൂത്രണം ചെയ്യുക എന്നതാണ്. ടു ഡു ലിസ്റ്റ് ചെയ്താൽ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അതായത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന വ്യക്തമായ ഓരോ ജോലിക്കാണ് കൃത്യസമയത്ത് തീർക്കാനും പ്രതിസന്ധികളെ നേരിടാനും നമുക്കത് എളുപ്പമായിരിക്കും. തയ്യലിൽ ഏറ്റവും പ്രധാനതാണ് രാവിലെ തന്നെ ഒരു ഡയറി എടുത്ത് എഴുതി വെക്കുക. ഇന്ന് ഞാൻ ഇന്ന ജോലികളൊക്കെ ചെയ്യും. വീട്ടു ജോലികളെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു 2 മണി മുതൽ 5 മണി വരെ തയ്ക്കും. ഇന്ന് 2 ബ്ലൗസ്, ഒരു നൈറ്റി തയ്ച്ച് തീർക്കും എന്നൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്യുക. ഇങ്ങനെ പ്ലാൻ ചെയ്താൽ വീട്ടുജോലിയും തയ്യലൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കസ്റ്റമേഴ്സിന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് വസ്ത്രങ്ങളൊക്കെ തയ്ച്ച് നൽകാനും സാധിക്കും.
ഇത് ഏറ്റവും വലിയൊരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ് എന്നത്. അതായത് കൃത്യമായിട്ട് നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതി തന്നെ വെക്കണം. എനിക്ക് ഇനിയും കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുള്ളത്, അതുകൊണ്ട് ഞാൻ ഇനിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിരിക്കും. ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്, ഇന്ന് ചെയ്താൽ കൊള്ളാവുന്നത്, ഇന്നത്തെ ദിവസത്തിൽ വീട്ടിലേക്ക് വേണ്ടിയ കാര്യങ്ങൾ, സ്റ്റിച്ചിങ്ങിന് വേണ്ടിയ കാര്യങ്ങളൊക്കെ വേർതിരിച്ച് എഴുതി വെക്കണം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചാണക്യൻ പറഞ്ഞ ഈ 7 പ്രഭാതശീലങ്ങൾ വെറും ഒരു ദിവസം മാത്രം ചെയ്താൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അത് വിചാരിച്ച് നിങ്ങൾ നിൽക്കണ്ട. തുടർച്ചയായി നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു ശീലമാക്കുക. രാവിലെ നേരത്തെ ഉണരുക, മനസ്സിനെ ശാന്തമാക്കുക, നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക, ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക, ഫോണിനെ മാറ്റി വെക്കുക, പുതിയ ഡിസൈനുകൾ പഠിക്കുക, ഇന്നത്തെ ദിവസം കൃത്യമായി പ്ലാൻ ചെയ്യുക. ഇത് നിങ്ങളുടെ തയ്യൽ ബിസിനസ്സിന് വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട. അപ്പം മറക്കണ്ട കേട്ടോ, ഈ പറഞ്ഞ 7 കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക. നമ്മൾ ഇന്നത്തെ ഒരു ദിവസം അതിൽ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, സങ്കടം വേണ്ട. അത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ട. പക്ഷേ നാളെ ആ കാര്യം പ്രത്യേകം എടുത്ത് ചെയ്യാൻ നോക്കുക. അങ്ങനെ ഒരു ദിവസം ചിലപ്പോൾ നമ്മൾ മനുഷ്യന്മാരാണ്, മടി വരും, ചെയ്യാതെക്കാൻ തോന്നും, അലസത വരും, ഒക്കെ വരും. അങ്ങനെ അല്ലാത്തവർ മനുഷ്യന്മാരല്ല എന്നാണ്. കാരണം മനുഷ്യന്മാർക്ക് ഇതൊക്കെ വരും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ എങ്ങനെ കരകയറാമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. നിങ്ങളൊക്കെ ഈ ഒരു മാറ്റത്തിന് തയ്യാറാണോ? എങ്കിൽ ഇപ്പോൾ തന്നെ യെസ് ഐ ആം റെഡി എന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നിങ്ങളെല്ലാ തയ്യൽ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്താൽ ഈ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തപ്പെടും. അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ വീണ്ടും കാണാം. ബായ്, അസ്സലാമു അലൈക്കും.